ദക്ഷിണ കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 1000 തരം ഇളനീര് കൊണ്ട് 2025 ഫെബ്രുവരി 20 മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു. മാലിന്യ കേന്ദ്രമായി മാറി കൊച്ചങ്ങാടിക്കടവ്. നഗരത്തിലെ പ്രധാന കുളിക്കടവിലാണ് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിലെ കൊച്ചങ്ങാടിക്കടവ് മാലിന്യ കേന്ദ്രമായി മാറുന്നു. നഗരത്തിലെ പ്രധാന കുളിക്കടവുകളിലൊന്നാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത്. പ്രദേശത്ത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞ നിലയിലാണ്. ഒരു കാലത്ത് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന കടവ് മാലിന്യം നിറഞ്ഞതോടെ ആരും വരാതായി. മാലിന്യ നിക്ഷേപത്തിനു പുറമെ കടവിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവുകൾ മണ്ണ് മൂടിയ നിലയിലുമാണ്. എല്ലാ കൽപ്പടവുകളിലും ചെളിയും മണ്ണും മൂടി ഇറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണ്. മണപ്പുറമുണ്ടായിരുന്നിടത്ത് മുഴുവൻ മണ്ണും അടിഞ്ഞു നശിക്കുകയാണ്. കടവിന്റെ ഒരു ഭാഗം കാടുകയറിയതോടെ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറി. നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും നീന്തൽ പരിശീലനത്തിനുമൊക്കെ എത്തുന്ന മൂവാറ്റുപുഴയിലെ പ്രധാന കടവുകളൊക്കെ നാശത്തിന്റെ വക്കിലാണ്. കിഴക്കേക്കര കടവ്, തൊണ്ടിക്കടവ്, പേട്ടക്കടവ് തുടങ്ങിയവയുടെയും അവസ്ഥ ഭിന്നമല്ല. നേരത്തെ കടവുകൾ വർഷത്തിലൊരിക്കൽ കാട് വെട്ടി ചെളി നീക്കം ചെയ്യുകയെങ്കിലും ചെയ്തിരുന്നു. എന്നാൽ കൊച്ചങ്ങാടി കടവിൽ വർഷങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ.